നമസ്കാരം. കേരളത്തിലെ പ്രമുഖനായ കോൺഗ്രസ് നേതാവ് രാജു പി നായരുടെ ഒരു പോസ്റ്റ്, ഒരു എഴുത്താണ് ഇപ്പോൾ വലിയ ചർച്ച. ഇന്നലെ ഒക്കെ തന്നെ വലിയ ചർച്ചയായിരുന്നു. രാജു പി നായർ കോൺഗ്രസിന്റെ വലിയ നേതാവൊന്നുമല്ല. ഈയിടെ ഈ ചാനൽ ചർച്ചകളിലൂടെയാണ് അദ്ദേഹത്തെ എല്ലാവരും അറിയുന്നത്. അദ്ദേഹം കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള വ്യക്തിയാണെന്നൊന്നും തോന്നുന്നില്ല. എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തിന്റെ ഈ ഒരു ക്രമവിരുദ്ധമായ പോസ്റ്റ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നമുക്ക് നീതീകരിക്കാൻ സാധിക്കാത്ത ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ ചർച്ചയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ശരി, രാജു പി നായർ പറയുന്നത് ഇന്ത്യ എന്നെഴുതിയില്ല. ഒരു പ്രതിഷേധം നടന്നപ്പോൾ ഇന്ത്യ എന്നെഴുതിയില്ല, ഹിന്ദു എന്നെഴുതി എന്നാണ് അയാൾ പറയുന്നത്. അല്ല, ഹിന്ദു എന്നെഴുതിയാൽ എന്താണ് കുഴപ്പം? ഹിന്ദു എന്നത് അത്ര മോശം പദമാണ്. ഹിന്ദു ഒരു മതമല്ല, ഒരു സംസ്കാരമാണ്. മാത്രമല്ല, ഹിന്ദു ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ എന്ന് തെരഞ്ഞു പിടിച്ച് മതം ചേർത്താണ് ഈ വലിയ കൊലപാതക പരമ്പര ഭീകരവാദികൾ നടത്തിയിരിക്കുന്നത്. 75 വർഷമായി പാകിസ്ഥാനിൽ മതമില്ല എന്ന് പറയുന്നു. പാകിസ്ഥാൻ മത അടിസ്ഥാനത്തിൽ രൂപീകരിച്ച രാഷ്ട്രമല്ല എന്ന് പറയുന്നു. രാജു പി നായർ അല്പം ചരിത്രം പഠിക്കുന്നത് നന്നായിരിക്കും. അല്പം ചരിത്രത്തെക്കുറിച്ച് ഒന്ന്, താങ്കൾ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണല്ലോ, അപ്പം അല്പം ചരിത്രബോധമുള്ളത് താങ്കൾക്ക് ഗുണം ചെയ്യും. ചരിത്രം അറിഞ്ഞുകൂടെങ്കിൽ പറയാതിരിക്കണം, വിവരമില്ലെങ്കിൽ മിണ്ടാതെ ഒരു മൂലയ്ക്കിരിക്കണം. അതാണ് വേണ്ടത്. അതാണ് BJP നേതാവ് ശങ്കുട്ടി ദാസ് ഈ ചർച്ചയിൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് എന്താണ് വേണ്ടത് എന്ന് രാജു പി നായരോട് ശങ്കുട്ടി ദാസ് കാര്യകാരണ സഹിതം വിശദീകരിക്കുകയാണ് ഇവിടെ. ആരാണത് പുലർത്താത്തത് എന്നുള്ളതല്ലേ ശരിയായിട്ടുള്ള ചോദ്യം. നോക്കൂ, ഇത് രാജ്യത്തിനെതിരെ നടന്നിട്ടൊരു ആക്രമണമാണ്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ ഒരു മതവിഭാഗം നടത്തിയിട്ടുള്ള ആക്രമണമല്ല എന്ന ഒരു നിലപാട് രാജ്യം പൊതുവായി സ്വീകരിക്കുന്ന സമയത്തും ഇത് ഒരു മതവിഭാഗത്തിനെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്കെതിരെ ഏതോ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു, അവരെ ഡിഫെൻഡ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണ്? ഇപ്പോൾ രാജു പി നായർ ഈ ചർച്ചയിൽ പറഞ്ഞു നോക്കൂ, ലണ്ടനിലെ ഹൈക്കമ്മീഷന് മുന്നിൽ പോയിട്ട് അയാമെ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കാട് ഉയർത്തിയിട്ടുള്ള ആളുകൾ ഹിന്ദു വർഗീയവാദികൾ, ഹിന്ദു തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം വിളിച്ചത്. എന്നാൽ അതേ സമയത്ത് കശ്മീർ ഓരോ മനുഷ്യരോടും മതം ചോദിച്ച് ഹിന്ദു ആണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വെടിവെച്ച് കൊന്നിട്ടുള്ള ആളുകൾ അവർ മതഭീകരവാദികളാണെന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അവർ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല. ശരി, ഞാൻ മുഴുവൻ പറയട്ടെ. കശ്മീരിൽ പഹൽഗാമിൽ നടന്നിട്ടുള്ള സംഭവം, പഹൽഗാമിൽ ആളുകൾ കൊല്ലപ്പെട്ടത് അവർ ഇന്ത്യക്കാരായതുകൊണ്ട് മാത്രമല്ല, അവർ ഹിന്ദുക്കളായതുകൊണ്ട് കൂടിയാണ്. ഓരോരുത്തരോടും അവരവരുടെ മതം ചോദിച്ച് അവർ ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം കലിമ ചൊല്ലാൻ പറഞ്ഞ് കലിമ ചൊല്ലാൻ കഴിയാത്ത ആളുകളെ, അതും സാധിക്കാത്ത ആളുകളെ വസ്ത്രം താഴ്ത്തി നോക്കിയിട്ട് അവർ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ നോക്കി അവരുടെ മതം കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നിർത്തിയുള്ള കൊലപാതകമാണ്. അതിന് മതപരമായിട്ടുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. എന്താണ് മതഭീകരത എന്ന് പറയുന്നത്? മതത്തിന്റെ ആശയത്താൽ പ്രചോദിതമായതും മതപരമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുന്നതും തങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു മതത്തിലുള്ള ആളുകളെ സംഹരിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതും ഒരു മതവിഭാഗത്തിലെ ആളുകൾ നടത്തുന്നതുമായിട്ടുള്ള തീവ്രവാദത്തെയാണ് നമ്മൾ മത തീവ്രവാദം എന്ന് വിളിക്കുന്നത്. ആ നിലയിൽ നോക്കിയാൽ 100% ഇസ്ലാമിക് ടെററാണ്, ഇസ്ലാമിക ഭീകരവാദത്തിൽ ക്വാളിഫൈ ചെയ്യുന്ന സംഭവമാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ളത്. അവിടെ TRFന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണ്? റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നവരുടെ ലക്ഷ്യം എന്താണ്? കശ്മീർ താഴ്വരയിൽ ഹിന്ദുക്കൾ വന്ന് സെറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ മെയിൻലാൻഡിൽ നിന്നുള്ള ആളുകൾ വന്ന് സെറ്റിൽ ചെയ്തിട്ട് കശ്മീരിന്റെ ഡെമോഗ്രഫിയെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കശ്മീരിലേക്ക് മുസ്ലിങ്ങൾ മാത്രം വന്നാൽ മതി, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ വരേണ്ടതില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഭയം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം മതം ചോദിച്ച് ഉണ്ടാക്കിയത്. എന്നിട്ടും ഇതിലൊരു മതപരമായിട്ടുള്ള ആംഗിളിലല്ല, ഇത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ഭീകരവാദം എന്നുള്ള രീതിയിൽ പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കെതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ലാണ്ട് ഏതെങ്കിലും മുസ്ലിം ആയിട്ടുള്ള മനുഷ്യനെതിരെ, ഇസ്ലാമിനെതിരെ ഇവിടെ ഒരു BJP നേതാവ് സംസാരിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെയുള്ള ഈ രാജു പി നായരെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം പാകിസ്ഥാനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോഴും പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തുകൊണ്ട് പ്രസംഗം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ സമയത്ത് പ്രധാനമന്ത്രി ആദ്യം രാജ്യത്തെ മുസ്ലിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവരെ അഡ്രസ് ചെയ്ത് സംസാരിക്കണം എന്നുള്ളതാണ്. ഇതിൽ ആരാണ് തീവ്രവാദികൾ എന്ന് ആലോചിച്ച് നോക്കൂ. അതായത് കശ്മീരിൽ മതം ചോദിച്ച ആൾക്കാർ വെടിവെച്ച് വന്നിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് മതഭീകരവാദിയല്ല, എന്നാൽ ഞാൻ ഹിന്ദുവാണെന്ന് പറഞ്ഞിട്ട് ഫ്ലക്സ് വെച്ചിട്ടുള്ള ആൾക്കാർ ഇയാൾക്ക് ഹിന്ദുത്വ തീവ്രവാദികളാണ്. ഞാൻ ഹിന്ദു ആയതിന്റെ പേരിലാണ് ആക്രമിക്കപ്പെടുന്നത് എന്നത്, അവിടെ ഹിന്ദു ആയി ആൾക്കാർ പെർസിക്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നത് ഒരു ഇന്റർനാഷണൽ ഫോറത്തിൽ ഒരാൾ ഉയർത്തുമ്പോൾ ഞാൻ ഇന്ത്യക്കാരനല്ലെന്ന് അയാൾ പറഞ്ഞിട്ടില്ല, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ആയതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ആവശ്യമാവുന്നില്ല എന്നുള്ളത് ആലോചിക്കണം. ഇവിടെ മതം കലർത്തിയത് ആരാ? ആദ്യമായിട്ട് ഈ വിഷയം മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ഭീതിയും ആശങ്കയുമാണ് ഇതിലേക്ക് നയിച്ചത് എന്ന് പറഞ്ഞത് റോബർട്ട് വദ്രയാണ്. നിങ്ങളുടെ കോൺഗ്രസിന്റെ ഉയർന്ന നേതാവായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്രയാണ് പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ആശങ്കയിലാണ്, അവരുടെ ആശങ്കയാണ് ഇത്തരം കാര്യങ്ങൾക്ക് വഴിവെക്കുന്നത്. UPA മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന സൈഫുദ്ദീൻ സോസാണ് പറഞ്ഞത് പാകിസ്ഥാൻ ഈ കാര്യത്തിൽ യാതൊരു പങ്കാളിത്തവും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ സംശയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവരെ വെറുതെ വിടണം
പറഞ്ഞതെന്ന്. BK ഹരിപ്രസാദ് എന്ന് പറയുന്ന കർണാടകയിലെ കോൺഗ്രസിന്റെ മന്ത്രിയാണ് പറഞ്ഞത്. BJP-ക്കാർക്ക് പാകിസ്ഥാൻ ശത്രു രാജ്യവും മറ്റുമൊക്കെ ആയിരിക്കും, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല അയൽക്കാർ മാത്രമാണെന്ന്. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യയാണ് പറഞ്ഞത്. ഈ സമയത്ത് പാകിസ്ഥാനെതിരെയുള്ള ഒരു നടപടിയെ ഞാൻ ഒരു നിലയ്ക്കും പിന്തുണയ്ക്കുന്നില്ല, ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾക്കാണ് മുൻതൂക്കം എന്ന് പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ കോൺഗ്രസ് കേരള എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ഇട്ടിട്ടുള്ള ഈ പെഹൽഗാം ആക്രമണത്തെ പറ്റി സംശയം ജനിപ്പിക്കുന്ന ട്വീറ്റാണ് പാകിസ്ഥാനിലെ ഭീകരവാദികൾ പോലും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തന്നെയാണ് പെഹൽഗാം ആക്രമണം സംഘടിപ്പിച്ചത്, പാകിസ്ഥാനെതിരെ ഫോൾസ് ഫ്ലാഗ് റൈസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ട്വീറ്റാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ നിന്ന് മുസ്ലിങ്ങളെ അടർത്തി നിർത്തിക്കൊണ്ട് ഈ പെഹൽഗാം ആക്രമണം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കെതിരെ സംശയം ഉണ്ടാക്കാനുള്ള എന്തോ ഒരു പ്രവണതയാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം പാകിസ്ഥാനല്ല മറുപടി പറയേണ്ടത്, നമ്മൾ ആദ്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ് വേണ്ടതെന്നുള്ള പോലെ ഒരു ദേശീയ വിഷയത്തെ ഒരു മതപരമായിട്ടുള്ള വിഷയമാക്കി മാറ്റാൻ ശ്രമിക്കുകയും അതിൽ പോലും ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ലജ്ജയില്ലാത്ത രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ കോൺഗ്രസ് പാർട്ടിയാണ് രാജ്യത്തിന് മുമ്പിൽ നിന്ന് തൊലിയുരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ BJP-ക്കാർ ഒരു മതവിഭാഗത്തിനെതിരെയും ഒരു ഇതും നടത്തിയിട്ടില്ല. ഇവിടുത്തെ ഈ തീവ്രവാദികളുടെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം കശ്മീരിനെ, ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ടുള്ള കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അടർത്തി മാറ്റുക എന്നുള്ളതാണ്. അവിടെ എല്ലാ കാലത്തും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഭീകരവാദം ഉണ്ടായിട്ടുള്ളത്. 1989 മുതൽ കശ്മീരിൽ നടന്നിട്ടുള്ള ഇൻസർജൻസിയിൽ മതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ ഭീകരതയ്ക്ക് മതം ഇല്ലെന്നൊന്നും പറയരുത്, അവിടെ കൃത്യമായിട്ടുള്ള മതമുണ്ട്. പക്ഷെ അങ്ങനെ മതത്തെ ഭീകരവാദികൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പോലും മതത്തിനെതിരെയല്ല, ഭീകരതയ്ക്കെതിരെയാണ് ഇന്ത്യ തിരിച്ചടിച്ചിട്ടുള്ളത്. ഈ പറയുന്ന എല്ലാ മതഭീകരവാദത്തിന്റെ വിഷയങ്ങൾ വന്ന സമയത്തും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയല്ല, ആ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാനെതിരെയും അവരുടെ തീവ്രവാദ യൂണിറ്റുകൾക്ക് വേണ്ടി ഇവിടെ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ചർച്ച പോലും പാകിസ്ഥാനെതിരെ ഇന്ത്യ എന്ത് നടപടിയെടുക്കുന്നു ചോദിച്ചുകൊണ്ടുള്ള അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞത് കേട്ടുവല്ലോ. നമുക്ക് വേറൊന്നും കൂടുതൽ പറയാനില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ ചരിത്രം പഠിപ്പിക്കാനുള്ള, യാഥാർത്ഥ്യം പഠിപ്പിക്കാനുള്ള, എന്താണ് ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്താണ്, പാകിസ്ഥാന്റെ വിഭജനം ആയിട്ട് ബന്ധപ്പെട്ട ചരിത്രം എന്താണ്, മുഹമ്മദ് അലി ജിന്ന ആരാണ്, പാകിസ്ഥാൻ എങ്ങനെ രൂപീകൃതമായി, പാകിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മിനിമം ഇദ്ദേഹത്തിന് ഒന്ന് പറഞ്ഞു കൊടുക്കണം. രാജു പി നായർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാനുള്ള തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരനും കൂട്ടനും ചേർന്ന് ചെയ്യണം. ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെ പോസ്റ്റുകൾ ഇടും, ഇദ്ദേഹം ചാനൽ ചർച്ചകളിൽ പോയിരുന്ന വിഡ്ഢിത്തം വിളമ്പും, അല്ലെങ്കിൽ തന്നെ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന UDF-ഉം കോൺഗ്രസും ഒക്കെ നിങ്ങൾ കൂടുതൽ തകർച്ചയിലേക്ക് നീങ്ങും. ഇദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുതന്നെയാണ് ശങ്കുട്ടി ദാസും പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.